അയ്യോ സോറി, കണ്ടില്ലായിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ? വായ്ഗുളി വാങ്ങിക്കാനാവും. ആർക്കാണാവോ? മുത്തച്ഛനോ അച്ഛനോ കൊച്ചച്ഛനോ ഇളയച്ഛനോ വെല്ലിച്ചനോ അതോ നാട്ടുകാരോ വല്ല ഒരു അച്ഛനോ? ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കോലത്തിലാക്കിയില്ലേ? താങ്ക്സ്. പ്ലീസ് വീട്ടിൽ കൊണ്ടുപോയി വിടാം. ഡ്രസ് ചേഞ്ച് ചെയ്യാലോ? നത്തിങ്. ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടൊന്നും ഒരു കാര്യമില്ല. അലക്കിയാൽ പോവാത്ത അഴുക്കും തടവിയാൽ പോകാത്ത തലയിലെഴുത്ത് എന്റേത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. കുട്ടി പൊക്കോളൂ. ഡസൻ മാറ്റർ. കുട്ടി പൊക്കോളൂ. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് വേഷം കെട്ടി പോവായിരുന്നു. ഇനിയിപ്പോ ഈ നീലക്കുറുക്കന്റെ വേഷത്തിൽ തന്നെ അങ്ങോട്ട് പോവാം. അയ്യോ, ഇന്റർവ്യൂവിന് പോവായിരുന്നോ? വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാം പ്ലീസ്. 10 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. ഇനി നീട്ടി വിളിച്ച് നടന്നാൽ തന്നെ ഷാർപ്പ് ടൈമിൽ അവിടെ എത്താൻ പറ്റുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. എവിടെയാ ഇന്റർവ്യൂ എന്ന് വെച്ചാ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല, അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാ. പ്ലീസ്. ഇറ്റ്സ് ഓക്കെ, വെറുതെ വരാം. ഇറ്റ്സ് ഓക്കെ. അല്ല, ഇത് എവിടേക്കാ? അച്ഛനെ കാണാൻ. അച്ഛനെ? അല്ല, അച്ഛനെ. അയ്യോ, കൃത്യസമയത്ത് തന്നെ എത്തി. ഇവിടെ കംപ്ലീറ്റ് പൊടിയാണല്ലോ. സോറി. നോക്കി ചിരിക്കാതെ പട്ടിപ്പുല്ലേ, ഇത് മരിക്കാൻ പോകുന്നതിന്റെ വേഷം കേട്ടാ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. വാട്ട് ഈസ് ദിസ്? ഇഷ്ടിയക്കളത്തിൽ നിന്നാണോ വരുന്നത്? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണോ വന്നത്? അതോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ? സോറി, സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായി പലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സാർ. ഒരു മിനിറ്റ്. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഞാനിങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു വിത്ത് ഫയൽ. ചീറി പാഞ്ഞെത്തിയ ഒരു പാവം കാറിന് ഒരു കൗതുകം തോന്നി. ചെളിയിൽ കുളിപ്പിച്ച് ദാ എന്നെ കോലത്തിലാക്കി. വകതിരിവില്ലാത്ത ആ പാവം കാറിന് അറിയില്ലായിരുന്നു സാർ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന്. പിന്നെ പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എനിക്ക് ഇവിടെ തിരിച്ചെത്താമായിരുന്നു. പക്ഷേ അപ്പോയിന്റ്മെന്റ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റോ? ഇല്ല. സോറി സാർ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു സ്ഥാപനത്തിന് പേഴ്സണാലിറ്റിക്കൽ വലുതാണ് പങ്ക്ച്വാലിറ്റി എന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി സാർ, ഇവിടെ പങ്ക്ച്വാലിറ്റിക്കൽ വലുതാണ് പേഴ്സണാലിറ്റി എന്ന്. എന്റെ പങ്ക്ച്വാലിറ്റി പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഞാൻ പ്രശ്നം വെക്കില്ല സാർ. വേണ്ട സാർ, ഇത്തരം ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ജോലി തരരുത്, എന്നെ നിർബന്ധിക്കരുത് സാർ. പ്ലീസ് വെയിറ്റ്, എനിക്ക് ടൈം തന്നെ. പ്ലീസ് ഷോ യുവർ സർട്ടിഫിക്കറ്റ്സ്. എന്തിനാ സാർ? താങ്ക് യു. ഓക്കെ, യു ആർ സെലക്ടഡ്.